മോർണിംഗ് ഓൾ. എല്ലാ കൂട്ടുകാർക്കും ഒലിവ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷന്റെ മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള ബയോളജി ക്ലാസ്സുകളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ഫസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഫ്രീ ആണ്. നമുക്ക് പഠിക്കേണ്ടതിനുള്ള ഒരു പ്ലാനും അതുപോലെ ജനറൽ ഐഡിയയും നമുക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ യൂണിറ്റ് ഫസ്റ്റിലെ ലിവിംഗ് വേൾഡ് എന്ന ചാപ്റ്റർ ആണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത്. Before that, let me introduce myself. My name is Muhammad Aslam. I am from Mancheri, Malappuram district of Kerala. Okay. നമ്മൾ ലിവിംഗ് വേൾഡ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ജസ്റ്റ് വെയിറ്റ്, ഐ വിൽ ഷോ യു, നമ്മുടെ ക്ലാസ് 11 ടെക്സ്റ്റ് ബുക്ക് ആണ്. ക്ലാസ് 11 ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലാസ് 10 കുറച്ചുകൂടെ കട്ടിയൊക്കെ കൂടിയിട്ട് എന്താ പറയുക, കുറച്ചുകൂടി ടഫ് ആയിരിക്കും. ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം ടു ടേക്ക് ടു ബി ഓൺ ദ ട്രാക്കിലെത്താൻ കുറച്ച് ടൈം എടുക്കും കുട്ടികൾ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ നോളജിനെ സിംപ്ലിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കറിയാം നമ്മൾ ക്ലാസ് ലെവലിലെ യൂണിറ്റ് ഫസ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലിവിംഗ് വേൾഡ് എന്ന ചാപ്റ്റർ ആണ് നമ്മളിവിടെ നോക്കുന്നത്. നമ്മൾ ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഹെഡിങ് തന്നെ നിങ്ങൾ കണ്ടോ, ദ ലിവിംഗ് വേൾഡ് എന്നാണ്. അതിൽ 2 സബ് ടോപ്പിക്സ് ഉണ്ട്, ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിംഗ് വേൾഡും ടാക്സോണമിയും. ഓക്കെ, ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിംഗ് വേൾഡും ടാക്സോണമിയും. സോ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് നമ്മൾ റെക്കോർഡഡ് വീഡിയോയിൽ പറയും, അതുപോലെ ടാക്സോണമിയെ കുറിച്ചും പറയും. അപ്പൊ ഈ റെക്കോർഡഡ് വീഡിയോയിൽ എന്താ പറയുന്നതെന്നല്ലേ, ഈ റെക്കോർഡഡ് വീഡിയോയിൽ ഈ ലിവിംഗ് വേൾഡിന്റെ ഒരു ഇൻഫോർമേറ്റീവ് ആസ്പെക്ട് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷനും അതുപോലെ ഇതിന്റെ രണ്ടിന്റെയും ഒരു ബ്ലൂ പ്രിന്റും ഞാൻ നിങ്ങൾക്ക് തരും. അതുപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. മോർ ഇൻഫർമേഷൻ യു ഷുഡ് ഫോളോ മൈ പെയ്ഡ് വീഡിയോസ് ആൾസോ. ഓക്കെ, നിങ്ങൾ ആ പെയ്ഡ് വീഡിയോസും കൂടി കണ്ടാൽ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് വിത്തൗട്ട് എനിവൺസ് ഹെൽപ്പ്, ഒരാളുടെ സഹായം കൂടാതെ നിങ്ങൾക്ക് വളരെ ഗുഡ് സ്കോർ നീറ്റിലും അതുപോലെ ക്ലാസ് 11ലും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ് തിങ്. ഓക്കെ, നമുക്ക് ഇതൊക്കെ നോക്കാം. ക്ലാസ് 11ൽ ഫസ്റ്റ് ആയിട്ടുള്ള ലിവിംഗ് വേൾഡ് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം, പിന്നെ ഡൈവേഴ്സിറ്റി എക്സ്പ്ലെയിൻ ചെയ്യണം, ടാക്സോണമി എക്സ്പ്ലെയിൻ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മി സേ വാട്ട് ഈസ് ബയോളജി. എന്താണ് ഈ ബയോളജി എന്ന് പറഞ്ഞാൽ? ബയോ മീൻസ് ലൈഫ്, ബയോ മീൻസ് ലൈഫ് ആൻഡ് ലോജി മീൻസ് സ്റ്റഡി. ബയോ മീൻസ് ലൈഫ് ആൻഡ് ലോജി മീൻസ് സ്റ്റഡി. സോ ബയോളജി മീൻസ് സ്റ്റഡി ഓഫ് ലൈഫ്. ജീവനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ബയോളജി. ഓക്കെ, ആൻഡ് ദിസ് ബയോളജി നിങ്ങൾ ക്ലാസ് 11ൽ എത്തുമ്പോൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബോട്ടണിയും മറ്റേത് സുവോളജിയും. ബോട്ടണി പ്ലാന്റ്സിനെ കുറിച്ചും സുവോളജി ആനിമൽസിനെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കൂ, ഈ ആനിമൽസും പ്ലാന്റ്സും ഒരുമിച്ച് നമ്മൾ എന്താ പറയാ, ജീവനുള്ളവയെല്ലാം നമ്മൾ മലയാളത്തിൽ ജീവി എന്ന് പറയില്ലേ. ജീവിക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാന്നറിയോ? ഓർഗാനിസം. ജീവിക്ക് എന്താ ഇംഗ്ലീഷ് പറയാ? ഓർഗാനിസം. സോ സ്റ്റഡി ഓഫ് ലൈഫ് എന്ന് മാത്രമല്ല ബയോളജിക്ക് പറയാ, സ്റ്റഡി ഓഫ് ഓർഗാനിസം, ജീവികളെ കുറിച്ചുള്ള പഠനം, ജീവനെ കുറിച്ചുള്ള പഠനം. സ്റ്റഡി ഓഫ് ലൈഫ്, സ്റ്റഡി ഓഫ് ഓർഗാനിസം, ബോത്ത് വി കാൾ ഫോർ, വി സേ ഫോർ ബയോളജി. ഓക്കെ, നമ്മൾ നമ്മുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ, കുറേ സാധനങ്ങൾക്ക് ജീവനില്ല. ക്ലൗഡ്, പെൻസില്, ബൈസിക്കിൾ, നോട്ട്ബുക്ക്, ചെയർ, ഡ്രില്ല്, കാറ്, ടെഡി ബിയർ, ക്ലോത്ത്, ബാള്, സിസർ, ഫോണ്, മൈക്രോസ്കോപ്പ് ആൻഡ് പ്ലെയിൻ, ഇതിനൊന്നും ജീവനില്ല. ദേ ആർ ആൾ നോൺ ലിവിങ് തിങ്സ്. ബട്ട് ലിവിങ് തിങ്സ് നോക്കുകയാണെങ്കിൽ കുറേ എണ്ണം അനിമൽസാ. ടൈഗർ, സ്പൈഡർ ആൻഡ് പിന്നെ ഡിയർ, അതുപോലെ ജിറാഫ്, ഫ്ലൈസ്, ഫ്രോഗ്, ഫിഷ്, ഫോക്സ്, ബേർഡ്, ഇതൊക്കെ അനിമൽസ്, സുവോളജി. എന്നാൽ ട്രീയും മഷ്റൂമും ഗാർഡൻ പ്ലാന്റും ഒക്കെ നമ്മൾ ഇതിലാണ് പെടുത്തുക, ബോട്ടണിയിൽ. സോ പ്ലാന്റ്സും അനിമൽസും ആണ് ലിവിങ് തിങ്സ്, മറ്റുള്ളതൊക്കെ നോൺ ലിവിങ് തിങ്സ് ആണ്. ഓക്കെ, നൗ ഞാൻ കുറെ പോയിന്റ്സിലെത്തി. നമ്മൾ പോയിന്റ്സ് മാത്രമേ പറയുള്ളൂ എൻ സി ആർ ടിയിലെ ഒരു പോയിന്റ് നമ്മൾ മിസ്സാക്കൂല്ല. ഓക്കെ, നോക്കൂ, പോയിന്റ് നമ്പർ 1 എന്താ നമ്മൾ പറഞ്ഞു വെച്ചാൽ, ബയോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ലൈഫ്. ബയോളജി എന്ന് പറയുന്നത് ജീവനെ കുറിച്ചുള്ള പഠനമാണ്. ഇറ്റ് കൺസിസ്റ്റ്, അത് ഉൾക്കൊള്ളുന്നു ബോട്ടണി ആൻഡ് സുവോളജി. ഓക്കെ, അതിൽ ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്. ബോത്ത് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഹാവ് ലൈഫ്. പ്ലാന്റ്സിനും ലൈഫ് ഉണ്ട്, ജീവനുണ്ട്, അനിമൽസിനും ജീവനുണ്ട്. Therefore they are called
ഓർഗാനിസം. സോ ബയോളജി എന്തെന്ന് പറഞ്ഞു? ബോട്ടണി എന്ന പ്ലാന്റിനെ കുറിച്ചുള്ള പഠനം, സുവോളജി എന്നാൽ അനിമൽസിനെ കുറിച്ചുള്ള പഠനം, പ്ലാന്റ്സും അനിമൽസും ജീവി അഥവാ ഓർഗാനിസം എന്ന് പറയുന്നു. അപ്പോൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന പോയിന്റ് നമ്പർ 4 എന്താണെന്നാണ് നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഹാബിറ്റാറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹാബിറ്റാറ്റ് എന്തെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കുറെ ഹാബിറ്റാറ്റുകൾ പറഞ്ഞു തരാം. ഇതാ ഡെസേർട്ട്. ഡെസേർട്ടിൽ നിങ്ങൾ കാക്ടസ് പ്ലാന്റിനെ കാണൂലേ? കാക്ടസ് കള്ളിമുൾച്ചെടിയെ കാണും. ഡൊമസ്റ്റിക് ഹാബിറ്റാറ്റിൽ നിങ്ങൾ ഹ്യൂമൻസിനെ കാണും. മനുഷ്യന്മാര്. ഫാം ഹാബിറ്റാറ്റിൽ നിങ്ങൾക്ക് റൈസ് ഉണ്ടാവും, വീറ്റ് ഉണ്ടാവും, എക്സെട്ര ഉണ്ടാവും. ഫോറസ്റ്റിൽ ധാരാളം ട്രീസ് ഉണ്ടാവും, സ്നേക്സ് ഉണ്ടാവും, എലഫന്റ് ഉണ്ടാവും, ആൻഡ് സോ. ഓക്കെ. പോളാർ ബിയറിൽ യു ക്യാൻ സീ പെൻഗിനെ കാണാൻ പറ്റും. അതുപോലെ വെറ്റ്ലാൻഡിൽ നിങ്ങൾക്ക് ഫിഷ് ഒക്കെ കാണാൻ പറ്റും. അതുപോലെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ ധാരാളം ഓർഗാനിസംസ് ഉണ്ടാവും. ഓഷ്യൻസിൽ ധാരാളം ഫിഷുകളും കുറേ സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഹാബിറ്റാറ്റാ. ഡെസേർട്ട്, അതുപോലെ ഫോറസ്റ്റ്, പോളാർ റീജിയൻ, വെറ്റ്ലാൻഡ്, ലേക്സ്, ഓഷ്യൻസ്, റിവർ, പോണ്ട്, ഇതെല്ലാം കുറെ ഹാബിറ്റാറ്റാ. അതായത് ഭൂമിയുടെ പല പല പ്രദേശങ്ങൾ അവിടെ ജീവനുള്ള ജീവികൾ കാണും. അതിനാണ് എന്ത് ഹാബിറ്റാറ്റ് എന്ന് പറയാം. ഒരു ഡെഫിനിഷൻ വേണ്ടേ? ഹാബിറ്റാറ്റ് ഈസ് എ പ്ലേസ് വേർ ഓർഗാനിസം ലീവ്സ്. ഒരു സ്ഥലം വേർ, അവിടെ ഓർഗാനിസം ജീവികൾ ജീവിക്കുന്നു. ഹാബിറ്റാറ്റ് ഈസ് എ പ്ലേസ് വേർ ഓർഗാനിസം ലീവ്. ജീവികൾ ജീവിക്കുന്ന സ്ഥലത്തെയാണ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ മനുഷ്യന്മാരോട് കാണുക ഹൗസ് ഈസ് എ ഹാബിറ്റാറ്റ് ഓഫ് ഹ്യൂമൻ. സോ കാക്ടസ് പ്ലാന്റിന്റെ ഹാബിറ്റാറ്റ് ഏതാ? ഡെസേർട്ട്. വലിയ വലിയ ട്രീസിന്റെ ഹാബിറ്റാറ്റ് ഏതാ? ഫോറസ്റ്റ്. വലിയ വലിയ ഫിഷിന്റെ ഹാബിറ്റാറ്റ് ഏതാ? ഓഷ്യന്. ലേക്സിൽ ധാരാളം ഫിഷസ് ഉണ്ട്, പോണ്ടിൽ ധാരാളം ആൽഗ അതുപോലുള്ള ജീവികളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഹാബിറ്റാറ്റ് ആണ്. സാധാരണ ഹാബിറ്റാറ്റുകൾ നോർമൽ എൻവയോൺമെന്റ് ആയിരിക്കും, സാധാരണ പരിസ്ഥിതി ആയിരിക്കും. അതിനെ നമ്മൾ ഓർഡിനറി ഹാബിറ്റാറ്റ് എന്ന് പറയും. ഹാബിറ്റാറ്റ് രണ്ട് വിധമുണ്ട്. ഒന്ന് ഓർഡിനറി ഹാബിറ്റാറ്റ്, ചില ഹാബിറ്റാറ്റ് അതായത് വളരെ ചൂടുള്ള ഒരു അരുവി, അങ്ങനെ ഒരു അരുവി ഉണ്ടോ? ഉണ്ട്. അഗ്നിപർവ്വത പ്രദേശങ്ങളുടെ അടുത്തൊക്കെ, വോൾക്കാനോസിന്റെ അടുത്തൊക്കെ വളരെ ചൂടുള്ള അരുവിയുണ്ട്. അതിനെ നമ്മൾ ഹോട്ട് സ്പ്രിംഗ് എന്നാ പറയാം. ഹോട്ട് സ്പ്രിംഗ്. അല്ലെങ്കിൽ ഡെസേർട്ടും ഒരു വിധം എന്താണ്, ഒരു എക്സ്ട്രാ ഓർഡിനറി ഹാബിറ്റാറ്റ് ആണ്. സാധാരണ അല്ലാതെ എക്സ്ട്രാ ഓർഡിനറി, അൺയൂഷ്വൽ എൻവയോൺമെന്റ്, എക്സ്ട്രീം കണ്ടീഷൻ, വളരെ എന്താ പറയാ, വളരെയധികം എന്താ പറയാ, എക്സ്ട്രീം ആയിട്ടുള്ള ഒരു അവിചാരിതമായിട്ടുള്ള ഒരു കണ്ടീഷനിൽ ജീവിക്കുന്ന ചില ജീവികൾ എക്സ്ട്രീം ഹാബിറ്റാറ്റിലുണ്ട്. ഫോർ എക്സാമ്പിൾ ഹോട്ട് സ്പ്രിംഗ് ആണ് അതിന് പറയാനുള്ളത്. ചോലകൾ, ഐ മീൻ ഇത് ഞാൻ കാണിച്ചു തരാം. ഈ ഹോട്ട് സ്പ്രിങ്സ് കണ്ടോ, ഇത് ചില സ്പ്രിങ്സ് ആണ്, അതായത് അരുവിയാണ്. ഈ അരുവിയിൽ ചൂടുവെള്ളം വരിക. ഇവിടെ സാധാരണ ഒരു ബാക്ടീരിയ ഒന്നും ജീവിക്കൂല, പക്ഷെ ചില ഓർഗാനിസംസ് ഈ ഹോട്ട് സ്പ്രിങ്സിൽ ജീവിക്കുന്നുണ്ട്. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ഓർഡിനറി ഹാബിറ്റാറ്റ് അല്ല, എക്സ്ട്രാ ഓർഡിനറി ഹാബിറ്റാറ്റ്. വാട്ട് ഈസ് ഹാബിറ്റാറ്റ്? പ്ലേസ് വെയർ ആൻ ഓർഗാനിസം ലിവ്സ്. ഒരു ജീവി ജീവിക്കുന്ന ചുറ്റുപാടാണ് എന്ത് ഹാബിറ്റാറ്റ്. അതിൽ എക്സ്ട്രാ ഓർഡിനറി ഹാബിറ്റാറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഒരു എക്സ്ട്രീം എൻവയോൺമെന്റ് ആണെങ്കിൽ അതിനെ എക്സ്ട്രാ ഓർബിറ്ററി ഹാബിറ്റാറ്റ് എന്ന് പറയും. ഇതാ ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ മോസ്റ്റ് എക്സ്ട്രാ ഓർഡിനറി ഹാബിറ്റാറ്റ് ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഹാബിറ്റാറ്റ് കണ്ടെത്താൻ. കോൾഡ് മൗണ്ടെയിൻ എക്സ്ട്രീം ആണ്, പക്ഷെ ഡെസിഡിയസ് ഫോറസ്റ്റുമായി ബന്ധപ്പെടുമ്പോൾ ഈ കോൾഡ് മൗണ്ടെയിൻ ആണ് എക്സ്ട്രീം. പക്ഷെ ഓഷ്യന്, ഫ്രഷ് വാട്ടർ ലൈക്ക്, ഡെസേർട്ട്, ഹോട്ട് സ്പ്രിംഗ്, ഇതിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ളത് ഹോട്ട് സ്പ്രിംഗ് ആണ്. ഇതില്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഡെസേർട്ട് ആണ്. മനസ്സിലായോ? എക്സ്ട്രാ ഓർഡിനറി ഹാബിറ്റാറ്റ്. ഓക്കെ. എക്സാമ്പിൾ ഹോട്ട് സ്പ്രിംഗ് ഈസ് ദ മോസ്റ്റ്, ഹോട്ട് സ്പ്രിംഗ് ചുടു ചോലകൾ ഈസ് ദ എക്സാമ്പിൾ ഫോർ, ചുടു അരുവികൾ ഈസ് ദ എക്സാമ്പിൾ ഫോർ മോസ്റ്റ് എക്സ്ട്രാ ഓർഡിനറി ഹാബിറ്റാറ്റ്. ഓക്കെ. ഇനി നമുക്ക് ലിവിങ് വേൾഡിലെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി എന്താന്ന് പറഞ്ഞു തരാം. ഓക്കെ. ഡൈവേഴ്സിറ്റിയിൽ നമ്മൾ പറയേണ്ടത്, പിന്നെ ടാക്സോണമിക് കാറ്റഗറിയും നമ്മൾ പറയും കേട്ടോ. അത് നമ്മുടെ പെയ്ഡ് വീഡിയോയിലാണ് പറയുന്നത്, പക്ഷെ ഇവിടെ ഞാൻ അതെങ്ങനെ പഠിക്കണം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയാൻ പോവുക ബയോഡൈവേഴ്സിറ്റി ആണ്. പെയ്ഡ് വീഡിയോയിലെ ഫസ്റ്റ് ടോപ്പിക്കിൽ ബയോഡൈവേഴ്സിറ്റി എന്താന്ന് പറയാം. ബയോഡൈവേഴ്സിറ്റിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ജൈവ വൈവിധ്യം. ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, കണ്ടോ പല 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 സാധനങ്ങൾ കണ്ടോ നമ്മൾ എർത്തിൽ, അതിനാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയാം.
രണ്ടാമത് നമ്മൾ പറയാം പെയ്ഡ് വീഡിയോയിൽ സ്പീഷീസുകൾ, അതായത് ഫിഷ് സ്പീഷീസ്, കാറ്റ് സ്പീഷീസ്, ബേർഡ് സ്പീഷീസ്, ബട്ടർഫ്ലൈ സ്പീഷീസ്, അതാണ് നമ്മൾ രണ്ടാമത് പഠിക്കേണ്ടത്. മൂന്നാമത് നമ്മൾ പഠിക്കുക, അപ്പോൾ എന്തൊക്കെ പഠിക്കുക നമ്മൾ പെയ്ഡ് വീഡിയോയിൽ? ഒന്ന് ബയോഡൈവേഴ്സിറ്റിനെ കുറിച്ച് പറയും, രണ്ടാമത് അതിലുള്ള സ്പീഷീസുകളെ കുറിച്ച് പറയും, മൂന്നാമത് ഈ സ്പീഷീസിന് എങ്ങനെ പേര് കൊടുക്കും. ടൈഗർ എന്ന് കേട്ട ഉടനെ നിങ്ങൾ പറയും ആ പെയ്ഡ് വീഡിയോ കേട്ട് കഴിഞ്ഞാൽ പാന്തേര ടൈഗ്രിസ്, അതിൻ്റെ സയന്റിഫിക് നെയിമാണത്, ശാസ്ത്രീയ നാമമാണത്, ശാസ്ത്രനാമമാണത്. ഓക്കെ, സോ അത് മൂന്നുമാണ് നമ്മുടെ പെയ്ഡ് വീഡിയോയിൽ ഒന്നാമത്തെ ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത്. ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് പറയും, സ്പീഷീസിനെ കുറിച്ച് പറയും, ഈ സ്പീഷീസിനെ എങ്ങനെ നെയിം ചെയ്യും എന്ന് പേരിടും എന്നും കൂടി പറയും. പിന്നെ നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്ക് പെയ്ഡ് വീഡിയോയിലേക്ക് പോകും. അതിൽ നമ്മൾ ടാക്സോണമിക് കാറ്റഗറിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ടാക്സോണമിക് കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ ഇതെല്ലാമാണ് കാറ്റഗറി. ഇത് കണ്ടാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും, പക്ഷെ ആ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതെന്താന്ന് മനസ്സിലാവും. എന്തൊക്കെ? സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം, ആ ഓർഡറിലാണ് പറയാൻ കിട്ടും. ഞാൻ പ്രൂഫ് തരാം, കണ്ടോ? ഇതാണ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ആ ഓർഡർ. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, ജീനസ്. എങ്ങനെ ഇത് ഓർക്കാന്ന് ഞാൻ ശരിക്കും പറഞ്ഞുതരും പെയ്ഡ് വീഡിയോയിൽ. എന്ന് മാത്രമല്ല, ലാസ്റ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ടാബിളാണിത്. മാൻ എന്ന് കേട്ടാൽ അപ്പം പറയണം നിങ്ങൾ ഹോമോസാപ്പിയൻസ്, ദാറ്റ് വിൽ ബി ഒബ്റ്റൈൻഡ് ഫ്രം അവർ പെയ്ഡ് വീഡിയോ. ഓക്കെ, ഹൗസ് ഫ്ലൈ എന്ന് കേട്ടാൽ മുസ്ക ഡൊമസ്റ്റിക്ക എന്ന് പറയും, മാംഗോ എന്ന് കേട്ടാൽ മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് പറയും, വീറ്റ് എന്ന് കേട്ടാൽ ട്രിറ്റിക്ക ഈസ്റ്റിവ എന്ന് പറയും. എങ്ങനെ നിങ്ങൾ ആ വീഡിയോ കേട്ടിട്ടുണ്ടെങ്കിൽ. അപ്പം ഹോമോ, മസ്ക, മാഞ്ചിഫറ, ട്രിറ്റിക്കം ആൻഡ് ഡിഫറെൻറ്റ് തിങ്സ്, കോഡേറ്റ, അർത്രോപോഡ, ആൻജിയോസ്പെർമ, ഇതൊക്കെ കേട്ടാൽ വലിയ സംഭവമായിട്ട് തോന്നും. നമ്മൾ ആ വീഡിയോ കേട്ടാൽ എത്ര നിസ്സാരമാണ് ഇതെന്ന് അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. മാമേലിയ, ഇൻസെക്റ്റ, ഡൈക്കോട്ടിൽഡൺ, മോണോക്കോട്ടിൽഡൺ, പോയൽസ്, സൽപിൻജേൽസ്, ഡൈപ്തിറ, പ്രൈമേറ്റ, ഹോമിനിഡ, മസ്കിഡ ആൻഡ് അനാകാർഡേസിയ, പോയസിയ, everything I have made simple in our paid video. So you must watch the paid video. It will be a benefit for you. ഏറ്റവും തുച്ഛമായ ഫീസിൽ ഏറ്റവും മെച്ചമായിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് നമ്മുടെ ബെസ്റ്റ് എഡ്യൂക്കേഷൻ വിത്ത് സിമ്പിൾ ഫീ ആണ് നമ്മുടെ പോളിസി. അതുകൊണ്ട് തന്നെ എല്ലാവരും പെയ്ഡ് വീഡിയോ കാണണം. താങ്ക് യു ഫോർ വാച്ചിങ് മീ. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോസ്. ഓക്കെ.